വൈശാഖെ, ദേവമ്മയോ മീനാക്ഷിയോ ഈ മുറിക്കകത്തുണ്ടാവോ? ഇല്ല, ഞാൻ നോക്കി. നന്ദിനി എടുത്ത് കിച്ചണില്ല, മീനാക്ഷിയും കൂടെയുണ്ട്. നീ ഇവിടെ നിന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക. ഞാൻ അകത്ത് കയറി കാശെടുക്കാം. വൈശാഖേ, മൈഥിലി, എന്തുപറ്റി? മൈഥിലി, 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 എടോ കണ്ണുറക്ക്. മൈഥിലി, മൈഥിലി, കണ്ണുറക്ക്. മൈഥിലി, ഇവിടെ അതിരാവിലെ എങ്ങോട്ട് പോയി? ചതിച്ചല്ലോ മൈഥിലി. ഇവന്റെ പിന്നെയും പുറകെ. മൈഥിലി, 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 ഏയ് മൈഥിലി. മൈഥിലി, 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 കണ്ണു തുറക്ക. മൈഥിലി, മൈഥിലി. മൈഥിലി, നീ എന്താ ഇവിടെ വന്ന് കിടന്നത്? രാവിലെ നടക്കാൻ ഇറങ്ങിയതാ. അപ്പോ തലക്കറക്കം വന്നു. എന്നാ ദേവമ്മയെ കൊണ്ട് കുറച്ച് വെള്ളം എടുപ്പിച്ച് കുടിക്കാന്ന് കരുതി ഇവിടെ വരെ വന്നു. അപ്പോ തല കറങ്ങി വീണുപോയി. എന്നാ ഞാൻ നടക്കാൻ പോയതല്ലേ? നിനക്ക് എന്റെ കൂടെ വന്നുകൂടായിരുന്നോ? ഞാൻ എഴുന്നേറ്റപ്പോ കാർത്തിക് പോയിരുന്നു. സാരമില്ല, വാ മുറിയിലേക്ക് പോ. എഴുന്നേക്ക, പതുക്കെ. ദൈവമേ, ഈ പ്ലാനും പൊളിഞ്ഞല്ലോ. പാർവതി വൽക്കലധാരിണി ഉഗ്ര തപസ്വിനിയായി സവിധേ പരവായി പലവാടവുമായി പദനം ശിവനിൽ ശരമേയുകയായി തൃക്കതിർമിഴി കനകളിൽ നിന്നെരികയായി കാമമോഹം തത്തമബലം രഥഗുണം ദൂർച്ചടിയുടൽ നേടി പാതി അഴകിൽ അധികം ഗുണവതി. ഇവൻ എന്നെ ചതിക്കാനുള്ള പുറപ്പാടിലാണോ? ഇവന്റെ സംസാരവും പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നും. തറവാട്ടിലെ പെൺകുട്ടിയാ മീനാക്ഷി.
അവളെ കിട്ടുമെന്നായപ്പോ ഇവൻ എന്നെ തേക്കാനുള്ള ഒരുക്കത്തിലാണോ? ഒരു പുരുഷനെയും അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ വഞ്ചിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് സംഭവിച്ചാലും ഈ കല്യാണം ഞാൻ തന്നെ മുടക്കും. മീനാക്ഷിയെ ഞങ്ങള് പൊന്നുപോലെ നോക്കും, അതിന് തർക്കമില്ലല്ലോ. അത് നിങ്ങള് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട കാര്യമല്ലേ? അക്കാര്യത്തില് തർക്കം വന്നാ അത് അപ്പ തീരുമാനിക്കാം നമുക്ക്. ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. കാര്യം തുറന്ന് പറ താരകേ. എന്താ പറയാനുള്ളെന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ. പറ പറ. ഇത് കച്ചവടമൊന്നുമല്ലല്ലോ, കല്യാണല്ലേ. അല്ല, പറഞ്ഞു വന്നത് എല്ലാത്തിനേക്കാളും വലുത് ഞങ്ങൾക്ക് പണം തന്നെ. ഞങ്ങൾക്ക് പണമൊന്നുമല്ല വലുത്. പണത്തിനേക്കാളും മൂല്യമുള്ള പലതും ഈ ലോകത്തുണ്ട്. ഞങ്ങള് വിലമതിക്കുന്നത് അതിനൊക്കെയാണ്. പിന്നെ നടക്കാൻ പോകുന്നത് എന്റെ മകളുടെ കല്യാണമാണ്. എന്റെ ഹൃദയം എടുത്താ ഞാൻ അങ്ങോട്ട് തരുന്നത്. അവളുടെ ഒരു തുള്ളി കണ്ണീര് വീഴാൻ ഇട വന്നാൽ നിങ്ങൾ പിന്നെ കാണുന്ന നന്ദിനി ഇതായിരിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീധനത്തെ കുറിച്ചാ. അതിന്റെ ആദ്യ ഗഡു കിട്ടിയേ മതിയാവും. ചെമ്പോങ്ങലത്തെ രാജലക്ഷ്മി അമ്മയുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം ഉറപ്പിച്ചിട്ട് സ്ത്രീധന അഡ്വാൻസ് കിട്ടിയില്ലെന്ന് ആരെങ്കിലും ചോദിക്കത്തില്ലേ? അങ്ങനെ ചോദിച്ചാലേ അതിന്റെ നാണക്കേട് നിങ്ങൾക്കല്ലേ? സ്ത്രീധനം എന്ന പേര് പറയരുത്. പുരുഷനും സ്ത്രീയും തമ്മിൽ ശരീരശാസ്ത്രത്തിലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. മറ്റൊരു വ്യത്യാസം ഇല്ലല്ലോ. സ്ത്രീധനം എന്ന പദം തന്നെ സ്ത്രീവിരുദ്ധം. ഒരു പെണ്ണിനെ അപമാനിക്കാൻ ഇതിലപ്പുറം ഒരു വാക്കില്ല. പിന്നെ നിങ്ങളുടെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് 1 കോടി രൂപ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തരാം. ഇതാ വാങ്ങിച്ചോളൂ. ദൈവമേ, ഈ കാശ് അടിച്ചോണ്ട് അച്ഛനും അമ്മയും കൂടെ ഇപ്പൊ സ്ഥലം വിടുമല്ലോ. ചതിക്കപ്പെടുവോ? നിക്ക്. ഈ കാശ് കല്യാണം കഴിയുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കും. കല്യാണം കഴിയുന്ന ആ നിമിഷം നിങ്ങൾക്ക് ഈ തുക ഇവിടുന്ന് കൊണ്ടുപോവാ. ഈ പണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ പണം
നേരത്തെ തന്നെ അടിച്ചു മാറ്റണം. സാരിയും മോതിരവും കൈമാറേണ്ടത് ഇവിടുത്തെ വിശ്വാസപ്രകാരം ഒരു ദിവസം ദൈവത്തിന് മുന്നിൽ വെച്ച് പൂജിച്ചിട്ട് വേണം. സാരിയും മോതിരവും ഇല്ലെങ്കിൽ കല്യാണം മുടങ്ങും. അയ്യോ, സമയമായില്ലേ വേട്ടാ? 9:30 മുഹൂർത്തം. അപ്പൊ ആന്നു അമ്മേ, മുഹൂർത്തം ആവുന്നു. ആ പൂജാരി, നമുക്ക് വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ തുടങ്ങാം. ആ പിന്നെന്താ, തുടങ്ങാം. ആദ്യം വധൂവരന്മാരെ വിളിച്ചോളൂ. മാലതി, എന്താ അച്ഛാ? നീ സാവിത്രിയെ കൂട്ടിച്ചെന്ന് വൈശാഖരി മീനാക്ഷിയും കൂട്ടിക്കൊണ്ടുവാ. അതാ ആചാരം. ശരി അച്ഛാ. ചേച്ചി, അല്ല, മാലതി ഒറ്റയ്ക്ക് പോയാ പോരെ? വെറുതെ ഞാനെന്തിനാ പോന്നേ? നിനക്കെന്താ പോയാല്? എടി, നീ വധുവിന്റെ അമ്മായിയാ. അമ്മായിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. എനിക്ക് നേതൃത്വം ഒന്നും വേണ്ട. ഞാൻ നേതാവും ആകുന്നില്ല. കേട്ടോ? ഇലക്ഷന് മത്സരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞതനുസരിക്കടി. ചെല്ലേ ചെല്ലേ. മീനാക്ഷി, എന്താടാ ഇത്? എൻഗേജ്മെന്റിന് മുൻപ് നീ നിന്റെ കാമുകയായിട്ട് ഒളിച്ചോടുന്ന് പറഞ്ഞിട്ടിപ്പോ കാര്യങ്ങളും എൻഗേജ്മെന്റിലേക്ക് കടക്കുവാണല്ലോ. മീനാക്ഷി, നീ കുറച്ചുകൂടി എന്നോടൊന്ന് സഹകരിക്കണം. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടോ, ഇതൊരു ഡ്രാമയാ. ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്താലേ എനിക്ക് എൻ്റെ പെണ്ണിനെയും കൊണ്ട് പോകാൻ പറ്റൂ. ഡ്രാമയോ? എന്ത് ഡ്രാമ? ഞാനൊരു സഹായം ചെയ്തു തരാന്ന് പറഞ്ഞു പോയി. അതിന് നീ എന്നെ ഒരു പ്രാവശ്യം ബ്ലാക്ക്മെയിൽ ചെയ്തു. പോട്ടെ, ഞാനത് ക്ഷമിച്ചു. പിന്നെ എന്നെ ചതിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഈ മീനാക്ഷിയുടെ ക്യാരക്ടർ നിനക്ക് അറിയില്ല. നിന്റെ കയ്യും കാലും ഞാൻ ഒടിച്ചു കളയും. മീനാക്ഷി, എടോ, എന്നെ സഹായിക്കുന്നവരെ ഞാൻ ചതിക്കില്ല, പ്രത്യേകിച്ച് നിന്നെ. ആത്മാർത്ഥതയുള്ളവരെ സഹായിക്കാൻ ഈ മീനാക്ഷി ഹൃദയം വരെ അറുത്തു കൊടുക്കും. വെറുത്തു പോയാലുണ്ടല്ലോ, കുത്തി കൊല്ലും ഞാൻ. ഇല്ല മീനാക്ഷി, ഈ എൻഗേജ്മെന്റ് വരെ നീ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു എൻഗേജ്മെന്റ് അല്ലേ, എനിക്ക് നിനക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് നിന്നെ ഞാൻ സഹായിക്കും. ഇനി തന്ത്രത്തിൽ എന്നെയും കെട്ടി ചെമ്പകമംഗലത്ത് തങ്ങി പുട്ടടിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ മരണം അതിദയനീയമായിരിക്കും. ഇതെന്താ കല്യാണത്തിന് മുമ്പേ അടിയായോ? ഈ മരത്തലേനെ ഞാൻ കണ്ട ഒരു സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് കൊല്ലുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. ആ സിനിമയുടെ പേര് പാതിരാ കൊലപാതകം എന്നായിരുന്നു. ആ അവിടെ നിശ്ചയത്തിനുള്ള സമയമായി. വാ. ആ ചെറുക്കനും പെണ്ണും വന്നു. സർവമംഗളമംഗല്യേ മംഗളേ. ആ ഇനി മണ്ഡപത്തിലേക്ക് കയറിയിരുന്നുള്ളൂ. കേറിയിരു മക്കളെ. വൈശാഖ ചെല്ല്. ഈ നാടകം കളി കൊണ്ട് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് തീരും. പ്ലീസ് ഹെൽപ്പ് മീ. ഇനി മണ്ഡപത്തിലേക്ക് കയറിയിരുന്നുള്ളൂ. ആ ഓ ആദ്യം പുടവകുട ആചാരം, പിന്നെ മോതിരമാറ്റം. പുടവ കൊണ്ടുവന്നുള്ളൂ. മോളെ മാലതി, പൂജാമുറിയിൽ പോയി പൂജിക്കാൻ വെച്ചിരിക്കുന്ന പുടവ എടുത്തോണ്ട് വാ. ശരിയമ്മേ. അവളിനി പുടവെങ്കിലും എടുത്തോണ്ട് വരത്തിന്റെ കുഴപ്പമേ ഉള്ളൂ. ഈശ്വര, അമ്മേ. അമ്മേ, എന്താ മാലതി? സാരി പൂജാമുറിയിലില്ല.
എന്താ സാരി പൂജാമുറിയിലില്ലെന്നോ? ആ അവന്റെ ഒരു വിവാഹ നിശ്ചയം.